ചൂരൽമലയിൽ ഇന്നത്തെ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ തത്സമയം. ക്യാമ്പിൽ വന്നില്ല, സർക്കാർ വാടക വീട്ടിൽ താമസിച്ചില്ല എന്നുള്ളത് കൊണ്ട് സാധ്യമായിട്ടുള്ള പുനരധിവാസത്തിന്റെ സ്ഥിരമായിട്ടുള്ള പ്രക്രിയയിൽ അവരുടെ പേര് വരാതിരിക്കില്ല. സ്ഥിരമായ എന്താണ് പറയുക, റീഹാബിറ്റേഷൻ പ്രോസസ്സ്, പുനരധിവാസ പാക്കേജ്, നമ്മൾ പറയുന്ന പുനരധിവാസ പാക്കേജ് തയ്യാറാക്കപ്പെടുന്നത് എഫക്റ്റഡ് ആളുകൾ, എഫക്റ്റഡ് പേഴ്സൺ എന്ന കണക്കെടുത്തുകൊണ്ട് തന്നെയാണ്. അത് ക്യാമ്പിൽ വന്നതുകൊണ്ടോ ക്യാമ്പിൽ വരാത്തത് കൊണ്ടോ അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. അപ്പോൾ ധൃതി പിടിച്ച് ഇപ്പം ഇന്ന് തന്നെ 1-2 ആളുകൾ വിളിച്ചു ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു, ആശുപത്രിയിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് സൗകര്യമായിട്ട് മാറിയിരിക്കുകയാണ്, പക്ഷെ ഞങ്ങളുടെ പേര് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ക്യാമ്പിലേക്കൊന്ന് വരട്ടെ എന്ന് ചോദിക്കുകയുണ്ടായി. അവരോട് എല്ലാവരോടുമായി പറയാനുള്ളത്, ക്യാമ്പിൽ വന്നാലും ഇല്ലെങ്കിലും എഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ബന്ധുവീടുകളിലുള്ളവർക്കും കിട്ടും. ഇപ്പോൾ ബന്ധുവീടുകളിൽ തുടരലാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് ഞങ്ങളുടെ ഒരു അഡ്വൈസ്. മറ്റൊന്നും കൊണ്ടല്ല, അത് ദുരന്തബാധിതർ ഏതായാലും ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടും എന്ന കാര്യമാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകുന്നത്.